ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുമായ ഒരു ചിക്കൻ ഐറ്റമാണ്. ചിക്കൻ സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ ഒരു ബെസ്റ്റ് ഐറ്റമാണ്. അതായത് ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ ഒരു ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിനാവശ്യമായ ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഇതേ ഒരു 300 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കനാണ്. ഇത് ഇങ്ങനത്തെ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിലൊന്നായിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന 2 മുട്ടയാട്ടോ. മുട്ട വലിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പോൾ ചെറിയ മുട്ടയാണ് 2 ഞാൻ എടുത്തിരിക്കുകയാണേ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ തന്നെ ചില്ലി പൗഡർ ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡറാണ്. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പൗഡർ കിട്ടുന്നില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്താലും മതി. 1-1.5 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഇടുന്നേ. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരല്പം സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ 3 മടങ്ങ് വരെ ഉപയോഗിക്കാം കേട്ടോ. സോഡാപ്പൊടിയുടെ ഒരു 3 മടങ്ങോളം ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് 60 ml കേട്ടോ കപ്പ്. ഇത് 1/4 കപ്പ് തന്നെ മൈദ ചേർക്കുന്നുണ്ട്, മൈദ മാവ്. ഒരു 2 ടീസ്പൂൺ കണക്കാക്കിയിട്ട് ലൈം ജ്യൂസ്, നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ തന്നെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനെ കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഒന്നിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറം മാത്രം ഫ്രൈ ആവും, ഉള്ളിൽ വേവാതിരിക്കും. അതിൽ ഒത്തിരി കുറച്ചിട്ട് കഴിഞ്ഞാലും ഒത്തിരി എണ്ണ കുടിക്കും. അതുകൊണ്ട് ശരിക്കും മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മാത്രം ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒരു വശം ഒന്ന് വേകുമ്പോൾ മെല്ലെ ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. വെന്തിട്ടില്ല, നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണത്. അപ്പോൾ അവിടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ചിക്കൻ സ്നാക്ക് കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല യമ്മി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഇടേണ്ടി വരും. എല്ലാം കൂടി വറുത്ത കോരിയ ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള യമ്മി ആൻഡ് ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഒന്നുകിൽ നമുക്ക് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ മയോനൈസ് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. മയോനൈസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഒരു മയോനൈസ് ഉണ്ടാക്കിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കാണാം. ഇതിപ്പോൾ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, ശരിക്കും അല്പം ഒന്ന് സോസിൽ മുക്കിയിട്ട് ഒന്ന് കടിച്ചു നോക്കട്ടെ. കണ്ടോ, വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് വെരി യമ്മി ടു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം.
ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.